Hi all, welcome to Competitive Cracker. ഇന്ന് നമ്മൾ വളരെ ചുരുക്കത്തിൽ നമുക്ക് എന്തൊക്കെ പഠിച്ചാലാണ് എക്കണോമിക്സിന് നെറ്റ് എത്താൻ പറ്റുക, JRF എത്താൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം വലിയ വാസ്റ്റായ ഒരു സിലബസാണ് നമ്മുടെ കയ്യിലുള്ളത്. 10 മൊഡ്യൂളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ പഠിച്ച് അകപ്പ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു 60-day ഫ്രെയിം കൊണ്ട് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, എന്നാലും നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കീ ഏരിയാസിൽ ഫോക്കസ് കൊടുത്ത് ബാക്കി കുറച്ചൊക്കെ ഫോർഗോ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ലെവലിലുള്ള ചോദ്യങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകളെയൊക്കെ ഉപേക്ഷിച്ച് ഫോക്കസ് വരേണ്ട ഏരിയാസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വെയിറ്റേജ് വരാൻ സാധ്യതയുള്ള ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫോക്കസ് കീപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഈ പറയുന്ന പോലെ നെറ്റ് എന്ന് പറയുന്നതിലേക്ക് എളുപ്പമെത്താനായിട്ട് പറ്റും. അപ്പോൾ 10 മൊഡ്യൂളുണ്ട്. 10 മൊഡ്യൂളിലും വേണ്ടതും വേണ്ടാത്തതുണ്ട്. അപ്പോൾ ഏതാണ് അത്യാവശ്യം വേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ മൊഡ്യൂളാണ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൽ നമുക്കറിയാം കുറേ തിയറികളാണ് ഏറ്റവും ബേസിക് ആയിട്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. കൺസ്യൂമർ ബിഹേവിയറിൻ്റെ തിയറികളുണ്ട്, പ്രൊഡക്ഷൻ്റെയും കോസ്റ്റിൻ്റെ തിയറിയുണ്ട്, അൺസർട്ടനിറ്റി റിസ്ക് തിയറികളുണ്ട്, ഗെയിം തിയറികളുണ്ട് അല്ലേ. ഇങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ ഏറ്റവും അത്യാവശ്യം ഗെയിം തിയറി അറിഞ്ഞിരിക്കണം. ഏറ്റവും അത്യാവശ്യം മാർക്കറ്റ് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാം, മോണോപ്പൊളി, ഒളിഗോപ്പൊളി, കോമ്പറ്റേറ്റീവ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള നിലയിൽ ഇഷ്ടം പോലെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. കൃത്യമായിട്ടും ഗെയിം തിയറി, മാർക്കറ്റ് സ്ട്രക്ചേഴ്സും കൺസ്യൂമർ ബിഹേവിയറിൻ്റെയും പ്രൊഡക്ഷൻ്റെയും കോസ്റ്റിൻ്റെയും തിയറി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും സാധനം അറിയാതെ മൈക്രോ എക്കണോമിക്സ് പഠിച്ചിട്ട് കാര്യമില്ല. അതായത് ഇത്രയും സാധനം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ വേണ്ടൊരു സാധനമാണ് വെൽഫെയർ, അസിമെട്രിക് ഇൻഫർമേഷൻ. ഈ 6 ടോപ്പിക്കാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ അത് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഇത്രയും സാധനം പഠിച്ചാൽ മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു ക്രൂഡ് ഫോം നിങ്ങളുടെ കയ്യിൽ ആയി. അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു 15-20 ക്വസ്റ്റ്യൻസിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഒരു 12 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ മൈക്രോയ്ക്കകത്ത് കണ്ടുവരുന്നത്. അത്രയും ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതിന് അത്യാവശ്യം എന്തറിഞ്ഞിരിക്കണം? ഗെയിം തിയറി അറിഞ്ഞിരിക്കണം അല്ലേ. പ്രിസണേഴ്സ് ഡിലെമ പോലെ അല്ലെങ്കിൽ സെലക്ഷൻ റൂൾ പോലെയുള്ളതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞില്ല, അപ്പോഴാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നത് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് എന്താ ഉള്ളത്? മൈക്രോ എക്കണോമിക്സ് ഈ പറയുന്നത് പോലെ തിയറികളുടെ ഒരു കമ്പനീയ ശേഖരമാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം കൺസെപ്റ്റും മെഷർമെൻറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. നാഷണൽ ഇൻകത്തിൻ്റെ കൺസെപ്റ്റും അറിഞ്ഞിരിക്കണം, മെഷർമെൻറ്റും അറിഞ്ഞിരിക്കണം. 3 തരത്തിലുള്ള മെഷർമെൻറ്റൊക്കെ നമുക്കറിയാം. പ്രൊഡക്ഷൻ മെത്തേഡ്, ഔട്ട്ലേ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ, ISL, ഈ 3 അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പറയുന്ന അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതാണ്. ബാക്കി ടോപ്പിക്സ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈ 3 അറിഞ്ഞിരിക്കണം. കഴിഞ്ഞില്ല, കുറച്ചുകൂടെ പോകാനുണ്ട്. ഇൻഫ്ലേഷനും നമ്മൾ ഫിലിപ്സ് കർവും അതൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇൻഫ്ലേഷനും ഫിലിപ്സ് കർവും കിടക്കുന്നു, ബിസിനസ് സൈക്കിൾ കിടക്കുന്നു, മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി കിടക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 6 ടോപ്പിക്കാണ് വരുത്താനുള്ളത്. 6 ടോപ്പിക്ക് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ 3 ടോപ്പിക്ക് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു, നമ്മുടെ മൾട്ടിപ്ലയർ പറഞ്ഞു, നമ്മുടെ ISL അപ്രോച്ച് പറഞ്ഞു. അപ്പോൾ ആ 3 അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആ കൂട്ടത്തിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കുക? ഇൻഫ്ലേഷൻ അറിഞ്ഞിരിക്കുക, മോണിറ്ററി പോളിസി അറിഞ്ഞിരിക്കുക, ബിസിനസ് സൈക്കിൾ അറിഞ്ഞിരിക്കുക. കഴിഞ്ഞില്ല, നമ്മൾ 2 ടോപ്പിക്കേ ഉള്ളൂ. 20% കഴിഞ്ഞ് നമ്മുടെ 30%ത്തിലേക്ക് പോകണമെങ്കിൽ ഈ അടുത്ത കാലത്തേക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന 2 ഏരിയയാണ്. ഒന്ന് മാത്തമാറ്റിക്കൽ എക്കണോമിക്സും, 2 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സും. സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമെട്രിക്സും ഇല്ലാതെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 4 ഷെഡ്യൂളെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സാധനം ഒന്ന് പ്രോബബിലിറ്റി തിയറി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇനി ഈ പറയുന്ന നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പ്രോബബിലിറ്റി തിയറി ഇല്ലാതെ പറ്റില്ല, നമ്മുടെ സാമ്പിളിംഗ് മെത്തേഡുകളില്ലാതെ പറ്റില്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസുകളില്ലാതെ പറ്റില്ല. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്ന രീതികൾ തന്നെ H0 ടെസ്റ്റ് ചെയ്യാനും H2 ടെസ്റ്റ് ചെയ്യാനും പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? സ്റ്റാറ്റിസ്റ്റിക്സ് തീർക്കാനായിട്ട് പറ്റില്ല. ഇതിനകത്ത് വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും പ്രോബബിലിറ്റി തിയറി അറിഞ്ഞിരിക്കണം, സാമ്പിളിംഗ് മെത്തേഡ് അറിഞ്ഞിരിക്കണം, ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് അങ്ങനെ വെച്ച് നമുക്ക് ഇതും കുറച്ചുകൂടെ തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തായി? 4ാമത്തത് മാത്തമാറ്റിക്കൽ സിമിലർ ടോപ്പിക്കുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്കൽ എക്കണോമിക്സും എന്ന് പറയുന്നത് സിമിലർ ടോപ്പിക്കുകളാണ്. ഇതിനകത്ത് സെറ്റിൻ്റെ ആവശ്യമാണ്. സെറ്റൊക്കെ നമുക്കറിയാം ഏറ്റവും ഈഗറായിട്ട് അല്ലെ ഒരു ചോദ്യമൊക്കെ വന്നു എന്ന് വരുന്ന മാത്രം സാധനങ്ങളാണ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തറിഞ്ഞിരിക്കണം? സ്റ്റാറ്റിക് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഈ 2 സാധനവും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ ആപ്ലിക്കേഷൻസും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ഈ പറഞ്ഞില്ല, ടോട്ടൽ കോസ്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് മാർജിനൽ കോസ്റ്റ് കിട്ടുന്നതും, ടോട്ടൽ റവന്യൂവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് മാർജിനൽ റവന്യൂ കിട്ടുന്നതും തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമുക്ക്
മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇൻ്റർനാഷണൽ എക്കണോമിക്സിലേക്ക് വരാം. ഇൻ്റർനാഷണൽ എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തിയറി ഒന്ന് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം തിയറി, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഗെയിൻ ഫ്രം ട്രേഡ്, തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡിനകത്ത് നമുക്കറിയാം തിയറീസ് ഓഫ് HOT പോലുള്ള തിയറികളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനേക്കാളും അത്യാവശ്യമായിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്ചേഞ്ച് റേറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർബിട്രേജ് ഓഫ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ടേംസ് ഓഫ് ട്രേഡ്, ഗെയിൻസ് ഫ്രം ട്രേഡ്, ട്രേഡ് മൾട്ടിപ്ലയർ, ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ എക്കണോമിക്സിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതും നമ്മൾ നോക്കിപ്പോയാൽ നല്ലതാണ്. ഈ വേൾഡ് ബാങ്കും IMF പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ WTO പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നോക്കി പോകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്രോണോളജിക്കലായിട്ട് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് തിയറി പഠിച്ചാലും അതിൻ്റെ വർഷവും അതിൻ്റെ പ്രപ്പോണ്ടറി അറിഞ്ഞിരിക്കുക. അതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴും അത് വന്നേക്കുന്ന വർഷം ഏതാണ്, അത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായേക്കുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അത്യാവശ്യമുള്ള കാര്യം. അത് ഏത് ടോപ്പിക് എടുത്താലും ഉള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ഇൻ്റർനാഷണൽ എക്കണോമിക്സിലായതുകൊണ്ട് ഇവിടെ അത് വളരെ അത്യാവശ്യമുള്ള കാര്യം ആണ്. പബ്ലിക് എക്കണോമിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനം ഒന്ന് മാർക്കറ്റ് ഫെയിലിയർ, റെമഡിയൽ മെഷേഴ്സ്, പബ്ലിക് ഗുഡ്സിൻ്റെ ടൈപ്സ് ഉണ്ടല്ലോ. നമ്മൾ ഈ പറയുന്ന പോലെ ഇൻക്ലൂസീവ് ആണോ, എക്സ്ക്ലൂസീവ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ റൈവൽറസ് ആണോ, നോൺ റൈവൽറസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. മാർക്കറ്റ് റെഗുലേഷനേക്കാളും പൊല്യൂഷനേക്കാളും ഒക്കെ പിന്നെ അത്യാവശ്യമുള്ളത് ടാക്സ്, നോൺ ടാക്സ് റവന്യൂസ് ആണ്. എന്തൊക്കെയാണ് ടാക്സ് റവന്യൂ, എന്തൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂ, എന്തൊക്കെ കൈൻഡ് ഓഫ് ടാക്സസ് ഉണ്ട്, പിന്നെ ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, ബഡ്ജറ്റ് മൾട്ടിപ്ലയർ, ഫിസ്ക്കൽ പോളിസിയുടെ ഇംപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും എവിടെ അറിഞ്ഞിരിക്കണം? പബ്ലിക് എക്കണോമിക്സിൽ അറിഞ്ഞിരിക്കണം. എല്ലാം വേണമെന്നല്ല പറയണേ, പക്ഷേ ഈ പറയുന്ന സാധനമെങ്കിലും ഇല്ലാതെ നമ്മൾ ഇനി നെറ്റ് എഴുതാൻ പോയിട്ട് കാര്യമില്ല. നെറ്റ് എഴുതണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കുറേ ടോപ്പിക്സ് പറഞ്ഞു തീർക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കംപ്ലീറ്റ് തീർക്കുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആണെന്നല്ല പറയുന്നത്, നിയർലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയാണ് കീപ്പ് ചെയ്യേണ്ടത്. ആ സ്ട്രാറ്റജി കീപ്പ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ നെറ്റ് എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. 7ാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ 7ാമത്തെ യൂണിറ്റിൽ നമ്മൾ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട 2 സാധനങ്ങൾ, ഒരെണ്ണം സെബി, 2 RBI. ഇതുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളും കമ്പോണൻസും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, ക്യാപിറ്റൽ മാർക്കറ്റ്, അതിൻ്റെ റെഗുലേഷൻ, ഇതാണ് RBI അല്ലേ. ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻ വരുന്നതാണ് സെബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കുക. മണി ആൻഡ് ബാങ്കിങ്ങിനകത്ത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആണ്. ഇനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് വന്നാൽ എന്താണുള്ളത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പറഞ്ഞില്ല, തിയറിറ്റിക്കലായി ഒരുപാടുള്ള. അപ്പോൾ ഇതിനകത്ത് ഏത് തിയറി പഠിച്ചാലും എന്തറിഞ്ഞിരിക്കുക? ഇയർ അറിഞ്ഞിരിക്കുക. ക്രോണോളജി, ബേസിക് ക്രോണോളജി ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഒന്നും ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ല. ഈ ഏത് തിയറി പഠിച്ചാലും എന്ത് വേണം? നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ വർഷം അതിനകത്ത് ചേർത്ത് വരണം. എക്കണോമിക് ഗ്രോത്തിൻ്റെ മോഡലുകൾ, സാരോഡോമർ മോഡൽ, സോളോ മോഡൽ, റോബിൻസൺ മോഡൽ, കാൽഡർ മോഡൽ, ഈ മോഡലുകൾ അതിൻ്റെ അകത്ത് അത്യാവശ്യമുള്ളതാണ്. പിന്നെ ഇൻഡെക്സ് ഉണ്ട്. ഈ പോവർട്ടിയുടെയും ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെയും സെപ്പറേറ്റ് ഇപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പോലെ, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പോലെ, PQLA പോലുള്ള ഇൻഡെക്സുകളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നതും, അതിൽ സ്റ്റേറ്റുകളുടെ റാങ്കുകൾ, അതായത് ഓരോ സ്റ്റേറ്റിന് നമ്മൾ കൊടുക്കുന്ന റാങ്കുകൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഓരോ വർഷം കണക്കെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള റാങ്കുകൾ അതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എക്സാമിന് തൊട്ട് മുമ്പ് ആ റാങ്കുകളൊക്കെ നോക്കി വയ്ക്കുക എന്ന് പറയുന്നതും 8ാമത്തെ യൂണിറ്റിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആണ്. 9ാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ 9ാമത്തെ യൂണിറ്റ് നമ്മുടെ എൻവയോൺമെൻറ്റിലാണ്. എൻവയോൺമെൻറ്റ് പഠിക്കുന്നതുകൊണ്ടുള്ളൊരു മെച്ചം നമുക്ക് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ഫസ്റ്റ് പേപ്പറിനകത്തോടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇതിനകത്ത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒരു അത്യാവശ്യമുള്ള സാധനമാണ്. തിയറീസ് ഓഫ് പോപ്പുലേഷൻ, നിങ്ങൾക്ക് ഒരു 3 പോപ്പുലേഷൻ തിയറി എങ്കിലും അറിയാം. മാൽത്തൂസിൻ്റെ തിയറി ഓഫ് പോപ്പുലേഷൻ അറിയാം, ഒപ്റ്റിമം തിയറി ഓഫ് പോപ്പുലേഷൻ അറിയാം, പോപ്പുലേഷൻ്റെ മറ്റേ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ തിയറി അറിയാം. ഈ തിയറികളെല്ലാം അത്യാവശ്യമുള്ളതാണ്. ലൈഫ് ടേബിൾ, മൈഗ്രേഷൻ, ഈ സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഡിവിഡൻറ്റിനൊക്കെ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന, എല്ലാ പ്രാവശ്യം ചോദിച്ച് കാണുന്നതല്ല. പക്ഷേ എന്നാൽ 2 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു 8-10 മാർക്ക് ഫോർഗോ ചെയ്യണമെന്ന് പറയാനായിട്ട് പറ്റില്ല. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ക്രൈറ്റീരിയ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ലൈഫ് ടേബിൾ, മൈഗ്രേഷൻ, ഇത്രയും സാധനം കൂടി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ലാസ്റ്റത്തേത് ഇന്ത്യൻ എക്കണോമിയാണ്. ഇന്ത്യൻ എക്കണോമി എടുക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഡെവലപ്മെൻറ്റിൻ്റെ അകത്തും ഗ്രോത്തിൻ്റെ അകത്തും പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളുടെയും റാങ്കും ഏറ്റവും പുതിയ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ കുറേ സാധനങ്ങളെക്കാൾ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ കറണ്ട് സെനാരിയോ ആയിട്ട്, കണ്ടംപററി ആയിട്ട് നടക്കുന്നത് എന്നാന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമുള്ള കാര്യം ആണ്. ന്യൂസ് ഫോക്കസ് ചെയ്തിരിക്കുക, എപ്പോഴും ഇന്ത്യൻ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഫോക്കസ് ചെയ്ത് ഇരിക്കുക. പിന്നെ ഇപ്പോഴൊക്കെ ചോദിച്ച് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് റൂറൽ ഡെവലപ്മെൻറ്റ്. അറിയാം, ഫോക്കസ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പാറ്റേണുകളെ അറിഞ്ഞിരിക്കുന്നതിനേക്കാളും ഓരോ കാലഘട്ടത്തിൽ വന്നേക്കുന്ന ചേഞ്ചുകൾ എന്താണെന്നും റിഫോംസ് എന്താണെന്നും, ഇപ്പം കൺസോൾട്ടേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ് പോലെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി ആയിട്ടുള്ള റിഫോംസ്
റിഫോംസ്, ലിബറലൈസേഷൻ പോലുള്ള റിഫോംസ് വന്നേക്കുന്ന പോലെ, അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി വന്നേക്കുന്നത് പോലെ എന്തൊക്കെയാണ് കൃത്യമായ ചേഞ്ചസ് എന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതും ഈ പറയുന്ന പോലെ നമ്മുടെ ടോപ്പിക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടംപററി ആയിട്ടുള്ള ന്യൂസാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. ഇപ്പോൾ ഏറ്റവും ടാക്സ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ന്യൂസസ് വരുന്നതുകൊണ്ട് തന്നെ കറണ്ട് സെനാരിയോയിൽ ചോദിക്കാൻ സാധ്യതയുള്ള FRBM പോലെ, ഫെറ പോലെ, ഫെമ പോലുള്ള ആക്റ്റുകളാണ്. അത് ഈ പറയുന്നത് പോലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ അകത്ത് പോവർട്ടി, ഇൻഇക്വാലിറ്റി കൺസെപ്റ്റുകളൊക്കെ മാറ്റി വെച്ച് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ, ടാക്സ് എവിടെ നിന്ന് വരുന്നു, ടാക്സ് എങ്ങോട്ട് പോകുന്നു, എങ്ങനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്നു എന്നൊക്കെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എണ്ണി പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അതായി എണ്ണി ഇവിടെ വെച്ചേക്കുന്നത്. 60 ദിവസം 56 ക്ലാസ്, 10 മോഡൽ എക്സാം, 1680 ക്വസ്റ്റ്യൻ. ഇതിന് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ തണ്ടർ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന പാക്കേജ് മതി. നമ്മളിപ്പോൾ എണ്ണി പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ നെറ്റ് എന്ന് പറഞ്ഞ JRF എന്ന് പറഞ്ഞ റിസൾട്ടിലേക്ക് എത്താൻ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ നമ്പറിൽ വെറുതെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. നിങ്ങളെ വിളിച്ച് നിങ്ങളെ നെറ്റ് എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് ഞങ്ങളും കൈപിടിച്ച് എത്തിച്ചോളും. താങ്ക് യു.